യൂത്ത് കോൺഗ്രസ് ഫണ്ട് തട്ടിപ്പ് നടത്തിയെന്ന വെളിപ്പെടുത്തലുമായി കണ്ണൂർ DCC ജനറൽ സെക്രട്ടറി. ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനെതിരെ ആരോപണമുണ്ട്. വയനാട് ദുരിതാശ്വാസത്തിന് പിരിച്ച പണത്തിന്റെ കണക്ക് അറിയാമെന്നും വ്യാജ ID കാർഡ് ഉണ്ടാക്കിയാണ് ജില്ലാ പ്രസിഡന്റ് ആയതെന്നും പറയുന്ന ശബ്ദ സന്ദേശം പുറത്ത്. നിന്റെ മുകളിലുള്ള നേതാവും അങ്ങനെ തന്നെയാണെന്നും ശബ്ദ സന്ദേശത്തിൽ പറയുന്നു. യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പില് കള്ള ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കിയിട്ടാ മേലെ ഇരിക്കുന്ന അവനും വിജിൽ മോഹനും ഒക്കെ ആയത്. അത്ര അന്തസ്സൊന്നും ചമയണ്ട. ഇവിടെ തട്ടിപ്പ് കാണിച്ച് എന്തും ചെയ്യാൻ കഴിയും? ആ തട്ടിപ്പാണ് നീയൊക്കെ കാണിച്ചോണ്ടിരിക്കുന്നത്. മനസ്സിലാക്കണം. അന്തസ് വേണോടാ സംസാരിക്കുമ്പോൾ. തോന്നിയാസം പറയരുത്. ഇതൊക്കെ മനസ്സിലടക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നവരാ ഞങ്ങള്. ഈ പ്രസ്ഥാനത്തിന്റെ മര്യാദ പാലിച്ചു പോകണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടാ. പക്ഷെ നീ അതിരുവിടുന്നതുകൊണ്ടാ വിജിൽ മോഹന ഇതൊക്കെ പറയേണ്ടി വരുന്നത്. ഇവിടെ കള്ളവോട്ട് വാങ്ങി യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റായി ചമഞ്ഞ് നടന്നിട്ടേ എന്റെ മേലിലുള്ള നേതാവ് അങ്ങനെ തന്നെയാ, എനിക്കറിയാം. അപ്പൊ പെട്ടെന്ന് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഈ ആക്രാന്തം കാണിച്ച് എന്തെങ്കിലും വർത്താനം പറയുന്നത് ശരിയല്ല. ഇതിനൊക്കെ മറുപടി പറയാൻ എനിക്കറിയാം. മുഖത്ത് നോക്കി പറയാനറിയാം. കേട്ടോ? അറിഞ്ഞൂടാത്ത ആളൊന്നുമല്ല വിജിൽ മോഹൻ. അത്ര വലിയ ആളൊന്നുമല്ല. യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റായി ഇവിടുന്ന് പിടിച്ച പണത്തിന്റെ കണക്കറിയാം. എവിടെയാ? വയനാട്ടിലേക്ക് കൊടുക്കാൻ. മിഥുൻ പിള്ള ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. മിഥുൻ, വിവരങ്ങൾ. ദേവിക, കണ്ണൂർ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് ഫണ്ട് തട്ടിപ്പ് നടത്തിയെന്നാണ് കണ്ണൂർ DCC ജനറൽ സെക്രട്ടറി ആരോപിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സംഘടനയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പ്രചരിക്കുന്ന ഓഡിയോയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനെതിരെയും ഇത്തരത്തിലൊരു ആരോപണം ഉയർന്നിട്ടുണ്ട്. അതായത് വയനാട് ദുരിതാശ്വാസത്തിന് പിരിച്ച പണത്തിന്റെ കണക്ക് അറിയാം, വ്യാജ കാർഡ് ഉണ്ടാക്കിയാണ് ഈ വിജിൽ മോഹൻ ജില്ലാ പ്രസിഡന്റ് ആയത്, കള്ളവോട്ട് വാങ്ങി ജില്ലാ പ്രസിഡന്റായി ചമഞ്ഞു നടക്കുന്നു എന്നാണ് ഈ ഗ്രൂപ്പിലെ ചർച്ചയിൽ വന്ന ഓഡിയോ ക്ലിപ്പിൽ പറയുന്നത്. മാത്രമല്ല, നിന്റെ മുകളിലുള്ള നേതാവും അങ്ങനെ തന്നെയാണ് ആളായിട്ട് പറയുന്നുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായ രാഹുൽ മാങ്കൂട്ടത്തിനെ ഉദ്ദേശിച്ചാണ് ഇത് പറയുന്നതെന്നാണ് സൂചന. മാത്രമല്ല, ഇത്തരം അറിയാവുന്ന കാര്യങ്ങൾ മുഴുവൻ മനസ്സിൽ അടക്കിപ്പിടിച്ചാണ് താൻ മുന്നോട്ട് പോകുന്നതെന്നും ഈ ഗ്രൂപ്പിൽ വന്ന ഓഡിയോയിൽ പറയുന്നുണ്ട്. DCC ജനറൽ സെക്രട്ടറിയായ KC വിജയന്റേതായാണ് ഈ ഓഡിയോ ശബ്ദ സന്ദേശം ഇത്തരത്തിൽ പ്രചരിക്കുന്നത്. ഏതായാലും ഏറെ നാളുകൾക്ക് ശേഷം കണ്ണൂരിലെ കോൺഗ്രസിനുള്ളിൽ വീണ്ടും തലവേദനയാകുന്ന രീതിയിൽ തന്നെയാണ് വാട്സപ്പിലെ ഈ ഒരു ഓഡിയോ സന്ദേശം വ്യാപകമായി പ്രചരിക്കുന്നത്. മാത്രമല്ല, തിരുവനന്തപുരം DCC പ്രസിഡന്റിന്റെ ഓഡിയോ റെക്കോർഡ് പുറത്തു വന്നതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഈ വാട്സപ്പ് ചാറ്റിലെ ഓഡിയോ റെക്കോർഡും ഇത്തരത്തിൽ പുറത്തു വന്നത്. ഏതായാലും പാർട്ടിയെ സംബന്ധിച്ച് വലിയ പ്രതിരോധത്തിലാക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് തന്നെയാണ് ഇത്തരത്തിൽ പുറത്തു വന്നത്. നേതാക്കൾ തമ്മിലുള്ള വിഴുപ്പലൊക്കെ സമൂഹത്തിന് മുന്നിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് ഈ ഓഡിയോയിലൂടെ ഉണ്ടായിരിക്കുന്നത്. ദേവിക, ശരി.